തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത് പീലാത്തോസിൻ്റെ പ്രത്തോറിയത്തിലേക്കാണ്. അയാളുടെ മുൻപിൽ രണ്ട് വ്യക്തികൾ നിൽപ്പുണ്ട്. ഒരാൾ ബറാബാസാണ്, മറ്റൊന്ന് യേശുക്രിസ്തു. ബറാബാസിൻ്റെ പേരിൻ്റെ പൂർണ്ണ രൂപം ജീസസ് ബറാബാസ് എന്നാണ്. അപ്പോൾ പീലാത്തോസിൻ്റെ പ്രത്തോറിയത്തിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളിൽ ഒരാൾ ജീസസ് ബറാബാസും മറ്റൊരാൾ ജീസസ് ക്രൈസ്റ്റുമാണ്. രണ്ടുപേരും തമ്മിൽ പേരിൽ ചില സമാനതകളുണ്ട്. ജീസസ് ബറാബാസ് എന്നാൽ ഏതോ പിതാവിൻ്റെ പുത്രൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ജീസസ് ക്രൈസ്റ്റ് ആകട്ടെ ദൈവപിതാവിൻ്റെ പുത്രൻ. അപ്പോൾ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ രണ്ട് വ്യക്തികളെ നോക്കിക്കൊണ്ട് ആൾക്കൂട്ടത്തോട് അയാൾ പറഞ്ഞു, ഇതിലൊരാളെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. ബറാബാസിന് വേണമോ ജീസസിന് വേണമോ? ഏതോ പിതാവിൻ്റെ പുത്രന് വേണോ അതോ ദൈവപിതാവിൻ്റെ പുത്രന് വേണോ? ശരിക്കും ഈ രണ്ട് വ്യക്തികൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ജീവിതത്തിന് പുറത്തുള്ള വ്യക്തിയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒന്ന് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്, ജീസസ് ബറാബാസ്, അത് നമ്മളുടെ അവസ്ഥയാണ്. എന്നാൽ മറ്റൊന്ന് നമ്മളുടെ സാധ്യതയാണ്, ജീസസ് ക്രൈസ്റ്റ്. ഈ ജീസസ് ബറാബാസ് എന്ന സാധ്യതയിൽ നിന്ന്, ഈ അവസ്ഥയിൽ നിന്ന് ജീസസ് ക്രൈസ്റ്റ് എന്ന സാധ്യതയിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. അപ്പോൾ പീലാത്തോസിൻ്റെ പ്രത്തോറിയം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഏതോ പിതാവിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. എന്നാൽ നമ്മുടെ മുൻപിൽ ഒരു വലിയ ആഴമാർന്ന സാധ്യത നിൽക്കുന്നു. അത് ദൈവപിതാവിൻ്റെ പുത്രനാകുക എന്ന് പറയുന്ന സാധ്യതയാണ്. ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ഈ ഒരു ചിത്രം നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തട്ടെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. അതിനിണങ്ങിയ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കാം. നുറുങ്ങുവെട്ടം